1968 മെക്സിക്കോയിൽ നടന്ന ഒളിമ്പിക്സിലെ മാരത്തോൺ ഓട്ട മത്സരം. 75 മത്സരാർത്ഥികൾ പങ്കെടുത്ത മത്സരം. അത് കഴിഞ്ഞ് അതിൻ്റെ വിജയികളെ പ്രഖ്യാപനം നടത്തി. എല്ലാം കഴിഞ്ഞപ്പോൾ ഒരു പ്രത്യേക അനൗൺസ്മെൻറ്റ് മൈക്കിലൂടെ വന്നു. ഒരാൾ കൂടി മത്സരം പൂർത്തിയാക്കാനുണ്ട്. അയാൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും വിജയിക്കുള്ള സമ്മാനം നൽകുക. കാഴ്ചക്കാരുടെ കണ്ണെല്ലാം ഗ്രൗണ്ടിലേക്കായി. ഒരു വ്യക്തി, അദ്ദേഹം ഇനിയും 800 മീറ്റർ ഓട്ടം പൂർത്തിയാക്കാനുണ്ട്. ആ അത്ലറ്റിക്കിൻ്റെ വലതുകാലിലെ കെട്ടിവെച്ച തുണിയിലൂടെ രക്തം ഒലിക്കുന്നുണ്ടായിരുന്നു. പരിക്കേറ്റുകൊണ്ടായിരുന്നു അദ്ദേഹം അതിൽ പങ്കെടുക്കുന്നത്. എല്ലിന്റെ സ്ഥാനചലനവും കാലിലെ പരിക്കൊന്നും വകവയ്ക്കാതെ അദ്ദേഹം മത്സരം പൂർത്തിയാക്കി. ഫസ്റ്റ് നേടി വിജയിച്ച വ്യക്തിയേക്കാൾ 1 മണിക്കൂർ സമയമെടുത്തു അയാൾക്ക് മാരത്തോൺ പൂർത്തിയാക്കാൻ. അദ്ദേഹത്തിന്റെ പ്രകടനം ഒളിമ്പിക്സ് ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ സമയമെടുത്ത മോശം പ്രകടനമായിരുന്നു. എന്നാൽ എത്യോപ്യക്കാരനായ മാരത്തോണിൽ 1ാം സ്ഥാനം നേടിയ വ്യക്തിയേക്കാൾ അവസാനമായി പൂർത്തിയാക്കിയ ടാൻസാനിയക്കാരനായ ഇദ്ദേഹത്തിന്റെ പേരായിരുന്നു ചരിത്രത്തിന്റെ തങ്കലിപികളിൽ രേഖപ്പെടുത്തപ്പെട്ട നാമം. അദ്ദേഹത്തോട് പത്രക്കാർ അദ്ദേഹത്തിന്റെ മോശം പ്രകടനത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, "My country did not send me 5,000 miles ago to start the race. They sent me 5,000 miles ago finish the race." എൻ്റെ നാട് 5000 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് എന്നെ അയച്ചത് ഓട്ടമത്സരം തുടങ്ങുവാൻ വേണ്ടിയല്ല, അത് പൂർത്തിയാക്കാനാണെന്നാണ്. ഈ കഥയിലെ ഒരു ഗുണപാഠം എന്നത് ചിലപ്പോൾ പരാജയത്തിന് വിജയത്തേക്കാൾ മാധുര്യവും മൂല്യവും ഉണ്ടാകുമെന്നാണ്. ദാറ്റ്സ് ഇറ്റ്.